എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ചെന്നാണെങ്കിൽ അവൻ്റെ അച്ഛൻ്റെ മരണാനന്തര ചടങ്ങുകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ഹീറോയിൻ അവിടെ ഇപ്പോൾ ഉണ്ടാവും കേട്ടോ. അവളുടെ അമ്മ ഇവിടെ വന്നിട്ട് ബാ നമുക്ക് വീട്ടിൽ പോവാം, അവൻ കുറച്ചു നേരം ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കട്ടെ, ബാ പോവാന്ന് പറഞ്ഞത് അവളാണെങ്കിൽ ഞാനൊന്നുമില്ല നിങ്ങൾ വേണമെങ്കിൽ പൊക്കുമെന്ന് പറഞ്ഞിട്ട് അമ്മേനെ പറഞ്ഞു വിടുക കേട്ടോ. നമ്മുടെ ചെന്നാണെങ്കിൽ ഒരു ആളെ മീറ്റ് ചെയ്യാൻ വേണ്ടി വരും കേട്ടോ. ഡൂ എന്നാണ് പേര്. ഇങ്ങനൊരു കമ്പനിയായിട്ട് നമ്മുടെ അച്ഛനാണെങ്കിൽ ഒരു ടൈപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കമ്പനി ആണെങ്കിൽ ഇവൻ ഇനി ഏറ്റെടുത്ത് നടത്താന്നുള്ള രീതിയിലാണ് വന്നത്. പക്ഷെ ആ ഡൂ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ കമ്പനിയിൽ ഓൾറെഡി ഒരു ലോൺ എടുത്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇത് നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഞാനിവിടുന്ന് പോകാൻ തീരുമാനിച്ചേക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കിനും അവനാണെങ്കിൽ ഞാൻ ഇതെല്ലാം നോക്കിക്കോളാം, ഞാൻ എങ്ങനെയെങ്കിലും ലോണൊക്കെ എടുത്ത് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങുക കേട്ടോ. കെന്നു ഇതൊക്കെ കേട്ടിട്ട് എടാ നിനക്ക് വട്ടുണ്ടോ, നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, നീ നിന്റെ കരിയർ നോക്ക്, നീ വെറുതെ ഈ നാട്ടിലിങ്ങനെ കടന്ന് അനുഭവിക്കൊന്നും വേണ്ട, എനിക്കും ഞാനും വേണ്ടിയിട്ടാണെങ്കിൽ നീ ഇവിടെ നിൽക്കുക വേണ്ട, ഇവിടുന്ന് പോയിക്കോ എന്നൊക്കെ പറഞ്ഞാലും അവനാണെങ്കിൽ ഇല്ല ഞാൻ എല്ലാ പ്രശ്നങ്ങളും തീർക്കാം, ഒരു ലോണൊക്കെ എടുത്താൽ തീരാവുന്ന പ്രശ്നമുള്ളൂ എന്നൊക്കെയാണ് അവൻ പറയുന്നത്. അതേസമയം മായോൻ്റെ അമ്മയാണെങ്കിൽ വാടി നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് പോവാം, ഓൾറെഡി നമ്മൾ സ്കാമേഴ്സ് ആണെന്നും പറഞ്ഞുകൊണ്ട് നാട്ടുകാർ മൊത്തം നമ്മളെ തല്ലാൻ വേണ്ടി നിൽക്കുകയാണ്, അതിനു മുമ്പ് ഈ നാട്ടിൽ നിന്ന് നമുക്ക് രക്ഷപ്പെട്ടു പോകാമെന്ന് പറയുമ്പോഴത്തേക്കിന് മിയോ ആണെങ്കിൽ എന്ത് ചെയ്ത് വരുത്തില്ല കേട്ടോ. അമ്മ എന്ത് വേണമെങ്കിലും ചെയ്തു, ഞാൻ വരുത്തുന്നില്ല, എൻ്റെ 6th സെമസ്റ്റർ ആണെങ്കിൽ വരാൻ പോവുക, അതുകൊണ്ട് ഞാൻ ഈ സ്കൂളിലല്ല പിന്നെ എവിടെ പോയി പഠിക്കാൻ വയ്ക്കുമ്പോഴത്തേക്കിന് അതൊക്കെ ഞാൻ നിൻ്റെ ടീച്ചറോട് സംസാരിച്ചിട്ടുണ്ട്, നമുക്ക് വേറെ ഏതെങ്കിലും നാട്ടിൽ പോയിട്ട് പഠിക്കാം, ഇപ്പം നീ ഇറങ്ങുക എന്നും പറഞ്ഞുകൊണ്ട് അവളുടെ പാക്ക് ചെയ്ത് അവളെയും കൂട്ടി ഇറങ്ങാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്കിന് ചെന്നങ്ങോട്ടേക്ക് വരും കേട്ടോ. നിങ്ങളിപ്പോൾ താഴോട്ട് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്, നിങ്ങളെ കണ്ട തല്ലിക്കൊല്ല നാട്ടുകാരൊക്കെ അവിടെ നിൽപ്പുണ്ടെന്ന് പറഞ്ഞതും അവർക്ക് വേറെ വഴിയില്ലാതെ വീട്ടിൽ തന്നെ നിൽക്കുക കേട്ടോ. അങ്ങനെ ഹീറോയിൻ ഒന്ന് ഉറങ്ങി പോവാ. സ്വപ്നത്തിൽ അവളുടെ അമ്മ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് നാട് വിട്ടു പോകുന്ന പോലെയൊക്കെ കണ്ടു പേടിച്ചിട്ട് അമ്മ അമ്മ എന്ന് പറഞ്ഞിട്ട് എണീച്ച് നടക്കുക കേട്ടോ. ചെന്നിത് കണ്ടിട്ട് നിന്റെ അമ്മ അതാ റൂമിലുണ്ടെന്ന് പറയും. അവിടെ വന്നിട്ട് പയ്യെ പോയി നോക്കുമ്പോഴത്തേക്കിന് അമ്മ അവിടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പൊ അവനാണെങ്കിൽ അവിടെ ഫുഡ് കഴിച്ചോണ്ടിരിക്കുകയായിരിക്കും. നീ എന്താ ഇവിടെ നിൽക്കും, എന്താ എനിക്കിവിടെ വരാൻ പാടില്ല നിൽക്കും, ഇല്ല നിനക്കിവിടെ വരാം, ഇത് നിന്റെ സ്വന്തം വീടല്ലേ, ശരിക്കും ഞാനും എൻ്റെ അമ്മയല്ലേ ഇവിടുന്ന് പോണ്ടേന്ന് പറഞ്ഞിട്ട് അവൻ്റെ തിങ്സ് ഒക്കെ എടുത്ത് റൂമിൽ വെക്കാൻ വേണ്ടി പോവാ. നീ ഇങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുമ്പോൾ അല്ല റൂമിൽ വെക്കാൻ വേണ്ടി ഏത് റൂം, അത് നിന്റെ റൂമാണ്, നമ്മൾ രണ്ടുപേരും വലുതായി ഇനി ഒരുമിച്ചൊന്നും ഇരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെയെങ്ങാനും നിന്നോളാം, നീ പോയിക്കോ എന്ന് പറയും. പിന്നെ ഒരു കാര്യം കൂടി പറയാണ്ട്, നിന്റെ അമ്മേനെ പറ്റി നിന്നോട് ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ മതി, അതും താണ്ടി നിന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ എന്നോട് വന്ന് പറഞ്ഞാൽ മതി, ഞാൻ നോക്കിക്കോളാന്ന് പറയും. അങ്ങനെ അടുത്ത ദിവസം ഇവളാണെങ്കിൽ ക്ലാസ്സിലോട്ട് വരുമ്പോഴത്തേക്കിന് ഇവക്കാണെങ്കിൽ ഒരു ഫോൺ കോൾ വരും കേട്ടോ. ഇവളുടെ അമ്മയായിരിക്കും വിളിക്കുന്നത്. ഇവരാണെങ്കിൽ ഇവിടുന്ന് നാട് വിട്ടു പോകാനുള്ള പ്ലാനിലാട്ടോ, അതുകൊണ്ടാണ് നമ്മുടെ മിയോനെ ഇപ്പോൾ വിളിക്കുന്നത്. നീ പെട്ടെന്ന് തന്നെ എൻ്റെ അടുത്തോട്ട് വാ, അങ്കിളാണെങ്കിൽ സ്കൂളിൽ താഴെ ഉണ്ടാവും, നമുക്ക് ഈ നാട് വിട്ടിട്ട് പോകണം, നമുക്കിവിടെ നിൽക്കുന്നത് സേഫ് അല്ല, എല്ലാവരും കൂടി നമ്മൾ എന്തെങ്കിലും ചെയ്യും, അതിനു മുമ്പ് പോകണം എന്നും പറഞ്ഞുകൊണ്ട് ഇവള് വിളിക്കാട്ടോ. അങ്ങനെ ഇവള് പോകാൻ വേണ്ടി നിൽക്കാട്ടോ. അതേസമയം ചെന്നാണെങ്കിൽ ലോൺ എടുക്കാൻ വേണ്ടി ബാങ്കിൽ വരുമ്പോഴത്തേക്കിന് ഇവൻ്റെ അച്ഛനാണെങ്കിൽ ഓൾറെഡി വീടിൻ്റെ ആധാരം പണയം വെച്ചിട്ട് ലോൺ എടുത്തതായിട്ട് കാണിക്കുന്നുണ്ട്. അത് മാസം മാസം അടച്ചില്ലെങ്കിൽ ഇവരെ വീട് തന്നെ ജപ്തിയായി പോകുന്നതാണ് പറയുന്നത്. ഇവന് ഭയങ്കര ഷോക്കാവുക. ആ ഡോക്യുമെൻ്റ് ഒക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്കിന് ഇവൻ്റെ അച്ഛൻ ICU കിടക്കുമ്പോഴാണ്ടാണ് സൈൻ ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പം തന്നെ ചെന്നിന് കാര്യം മനസ്സിലായി, ഹീറോയിൻ്റെ അമ്മ ഒപ്പിച്ച പണി ചെയ്തെന്ന്. ആ പെണ്ണുങ്ങളെ ഞാൻ ഇന്ന് കൊല്ലുന്നു പറഞ്ഞിട്ട് അരിശത്തോട് നിൽക്കുമ്പോഴായിരിക്കും കെന്നും വന്നിട്ട് പറയുന്നത് ഹീറോയിൻ്റെ അമ്മയാണെങ്കിൽ നാട് വിടാൻ പോകുന്ന കാര്യം കേട്ടോ. എത്രയും പെട്ടെന്ന് അവർ പിടിക്കണം, അവര് ലോൺ എടുത്ത് വെച്ചിട്ടുണ്ട് എൻ്റെ അച്ഛൻ്റെ പേരിൽ, അത് ICU കിടക്കുമ്പോഴത്തേക്കിനും അവരെ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ, ആദ്യം നമുക്ക് ഹീറോയിൻ്റെ അടുത്ത് പോവുക, അവളെന്തായാലും സ്കൂൾ ഉണ്ടാവില്ല, അവളെ കൂട്ടാതെ പോകില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നേരെ അവന്മാരാണെങ്കിൽ ഹീറോയിനെ കാണാൻ വേണ്ടി വരുക കേട്ടോ. അതേസമയം ഹീറോയിൻ താഴോട്ട് വരുമ്പോഴത്തേക്കിന് അമ്മ പറഞ്ഞ അങ്കിള് താഴെ ഉണ്ടാവും, വാ മോളെ നമുക്ക് പോകാന്ന് പറയുമ്പോഴത്തേക്കിന് ഞാനെന്നല്ല നിങ്ങളാരാ, എൻ്റെ അമ്മയില്ലാതെ ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിൽക്കും. അങ്ങനെ കുറേ പറയുന്നുണ്ട്, ബസ് സ്റ്റാൻഡിൽ നിന്റെ അമ്മ കാത്തിരിക്കുന്നുണ്ട്, നിന്നെ കൊണ്ടുവരാനാ പറഞ്ഞത്, ബാ പോവാന്നൊക്കെ പറഞ്ഞ് അവളെ പിടിച്ച് വലിക്കുമ്പോഴായിരിക്കും ഇവന്മാരെ രണ്ടുപേരും അങ്ങോട്ടേക്ക് വരുന്നത്. ചെന്നി ഇത് കണ്ടത് ആ അങ്കിളിനാണെങ്കിൽ എടുത്ത് അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിന് സെക്യൂരിറ്റി വന്നിട്ട് എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കാം. ഇവളുടെ അമ്മയാണെങ്കിൽ ബസ് സ്റ്റാൻഡിലുണ്ട്, ഇവള് കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് എന്നോട് പറഞ്ഞാൽ അങ്കിള് പറയുന്നത് കേട്ട് ചെന്നാണെങ്കിൽ അപ്പം നീയും നിന്റെ അമ്മയും കൂടി ഈ നാട് വിട്ട് പോകാൻ തന്നെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത് പറയുമ്പോൾ സത്യമായിട്ട് എനിക്കറിയില്ല നമ്മൾ പറയും കേട്ടോ. എന്നാൽ ഇപ്പം തന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് ബസ് സ്റ്റാൻഡ് മൊത്തം അരിച്ച് തപ്പുന്നുണ്ടെങ്കിൽ ഇവളുടെ അമ്മനെ പറ്റിയുള്ള ഒരു വിവരം കിട്ടുന്നില്ല. ചെന്നാണെങ്കിൽ ഇവളും കൂടി അറിഞ്ഞിട്ട് ഇതൊക്കെ ചെയ്തേന്ന് വിചാരിച്ചിട്ട് അവളോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കട്ടെ, നിന്റെ ഫോൺ തന്നെ നിന്റെ അമ്മേനൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടെങ്കിൽ അവളുടെ അമ്മ കോളൊന്നും എടുക്കുന്നില്ല കേട്ടോ. മൊത്തം തപ്പിയിട്ടും കാണുന്നില്ല. നിനക്ക് എന്താ എന്നെ കാണുമ്പോഴത്തേക്കിനും പൊട്ടനായിട്ട് തോന്നുന്നുണ്ട്, ഞങ്ങളെ എല്ലാവരും പറ്റിച്ചിട്ട് എൻ്റെ അച്ഛൻ്റെ പേരിൽ പൈസയും തട്ടിയെടുത്തിട്ട് നിന്റെ അമ്മയും നീ കൂടി നാട് വിടാനായിരുന്നല്ലോ പ്ലാൻ എന്ന് പറയുമ്പോൾ അവളും പറയുന്നുണ്ട് എനിക്കിതൊന്നും അറിയത്തില്ല, എന്നെ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞ എന്തിനാന്ന് പോലും എനിക്കറിയില്ല എന്നൊക്കെ അവൾ എത്ര പറഞ്ഞാലും ചെന്നാണെങ്കിൽ വിശ്വസിക്കുന്നില്ല കേട്ടോ ഇവളെ. അപ്പോൾ കറക്റ്റ് ഇവൻ്റെ ഫോണിലാണെങ്കിൽ ഒരു മെസ്സേജും വരുവാണ്, ബാങ്കുകാരായിരിക്കും കേട്ടോ, മാസം മാസം
ലോൺ അടിച്ചില്ലെങ്കിൽ അതിന്റെ പെനാൽറ്റിയും കൂടി അടയ്ക്കണമെന്ന് പറഞ്ഞിട്ട് ഇതും കൂടി കണ്ടത് ചെന്നിന് നല്ല ദേഷ്യം വന്നിട്ട് അവളുടെ കയ്യിൽ കുറച്ച് പൈസ കൊടുത്തിട്ട് ഇനി മേലെ എൻ്റെ കണ്ണുമ്പേ വന്നു പോരുത്, എവിടെയെങ്കിലും പോയിക്കോ, ദൂരെ പോയിക്കോന്നും പറഞ്ഞിട്ട് പോവാട്ടോ. അവള് നിന്ന് കരയാണ്. ഇനി ചെന്നിന്റെ വീട്ടിൽ ഇവർക്ക് താമസിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഹോസ്റ്റലിൽ നിൽക്കാതെ തീരുമാനിക്കാണ്. അതിന് കൊടുക്കാനുള്ള ഫീസ് പോലും അവളുടെ കയ്യിൽ ഉണ്ടാവില്ല. ഒരു സെമസ്റ്ററിനേക്കുള്ള ഫീസ് മാത്രം കൊടുത്തിട്ട് അവൾ അവിടെ നിൽക്കുവാട്ടോ. അങ്ങനെ അടുത്ത ദിവസം ക്ലാസ്സിൽ വരുമ്പോഴത്തേക്കിനും പിള്ളേരൊക്കെ ആണെങ്കിൽ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഓടുമ്പോഴത്തേക്കിനും പാവകളുടെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് എന്തൊക്കെയോ തിന്ന് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. ചെന്നാണെങ്കിൽ നേരെ ആ ഡൂ എന്ന് പറഞ്ഞ ആളെ കാണാൻ വേണ്ടി വരിക. ഇങ്ങേർക്ക് ലോൺ എടുത്ത് കൊടുക്കാനാണല്ലോ പോയത്. അവസാനം ഇവൻ അതൊന്നും കിട്ടിയില്ലല്ലോ, അതുകൊണ്ട് ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും അങ്ങേരും പറയാണ് അതൊന്നും സാരമില്ല, ഇനി അവസാനമായിട്ട് എൻ്റെ കയ്യിൽ ഈ സ്റ്റിക്കേ ഉള്ളൂ, ഇത് വെച്ചിട്ട് നീയെങ്കിലും പോയിട്ട് കളിച്ചോ എന്നും പറഞ്ഞ് കൊടുക്കാട്ടോ. അവർ ആ ഗെയിം കളിക്കാൻ വേണ്ടി വന്നേക്കുക. അതായത് ഇങ്ങനെ പണം വെച്ചിട്ട് കളിക്കുന്ന കളിയാട്ടോ. അവൻ അവിടെ വരുമ്പോഴത്തേക്കിനും കെന്നാണെങ്കിൽ നീ ഇത് ശരിക്കും വീട്ടിൽ കളിക്കാൻ പോവാണെന്ന് നിൽക്കുമ്പോൾ പിന്നല്ലാണ്ട് ജീവിക്കണ്ടേ, എങ്ങനെയെങ്കിലും ബെറ്റ് വെച്ച് ജയിച്ചിട്ട് വേണം ഇനി കുറച്ച് പൈസയൊക്കെ ആക്കാൻ എന്നാണെങ്കിൽ പറയുമ്പോഴത്തേക്കിനും അവിടെയുള്ള ഒരാൾ വന്നിട്ട് പറയാണ് ഇന്നിവിടെ ഗെയിമൊന്നും നടക്കുന്നില്ല, പൈസ വെച്ചിട്ട് ഇവിടെ അന്വേഷിക്കാൻ ആൾക്കാർ വരുന്നെന്നൊക്കെ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇന്ന് കളിയിലെന്ന് പറഞ്ഞിട്ട് അവരെ പറഞ്ഞു വിടുകയും ചെയ്യും. അവസാനം ഇവനാണെങ്കിൽ ഓരോന്നൊക്കെ പെറുക്കുവാട്ടോ. ഈ ടിന്നും അതൊക്കെ വിറ്റാൽ കുറച്ച് പൈസ കിട്ടത്തില്ലേ, അങ്ങനെ ഓരോ വേസ്റ്റൊക്കെ തപ്പി നടക്കുമ്പോഴത്തേക്കിനോ ഒരാളാണെങ്കിൽ പെട്ടെന്ന് അവൻ്റെ കയ്യിൽ ഒരു വാച്ച് കൊടുത്തിട്ട് പ്ലീസ് എന്നെ രക്ഷിക്കുക എന്നാണ് പറയുന്നുണ്ട്. അപ്പോൾ കുറേ അമ്മമാരാണെങ്കിൽ വന്നിട്ട് എടാ നീ ഇതിൽ ഒരാൾ പോകുന്ന കണ്ടായിരുന്നോ എന്നാണ് ഈ ചോദിക്കുമ്പോഴത്തേക്കിന് ഹീറോ ആണെങ്കിൽ ഏയ് ഞാൻ കണ്ടില്ല, അതിലേ പോയെന്ന് തോന്നേ എന്ന് പറഞ്ഞിട്ട് അവരൊക്കെ വഴി തെറ്റിച്ച് വിടുക കേട്ടോ. ആ വന്നയാളാണെങ്കിൽ നീ എൻ്റെ ജീവൻ രക്ഷിച്ചു, അതിന് ഒരുപാട് നന്ദിയുണ്ട്, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന സ്ഥലത്തോട്ട് വന്നാൽ മതി, നീ എന്തായാലും വരണം എന്നാണ് ഈ പറയുമ്പോഴത്തേക്കിന് ചെന്ന് അതൊന്നും മൈൻഡാക്കാതെ അങ്ങ് പോവുകയും ചെയ്യും കേട്ടോ. അങ്ങനെ അടുത്ത ദിവസം ഇവനാണെങ്കിൽ ബാങ്കിലോട്ട് വരുവാണ്. ഇവൻ ഇനി എത്ര ലോൺ അടയ്ക്കണം എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് അതേ ബാങ്കിലോട്ടാണെങ്കിൽ നമ്മുടെ ഹീറോയിനും വന്നിട്ടുണ്ടാവും. അവളുടെ അമ്മയുടെ പേരായിരിക്കും വിളിച്ച് പറയുന്നത് കേട്ടോ. ഇതാണെങ്കിൽ കേട്ടതോ എല്ലാവരും ആണെങ്കിൽ നീ ആ സ്കാമറിൻ്റെ മോളല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇവളുടെ ചുറ്റും അങ്ങ് കൂടുക കേട്ടോ. ഇതുകൊണ്ട് ചെന്നാണെങ്കിൽ പെട്ടെന്ന് നമ്മളെ പിടിച്ച് വലിച്ച് പുറത്തോട്ട് വന്നിട്ട് നീ നിൻ്റെ അമ്മയായിട്ട് കോൺടാക്ട് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കിന് ഇല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് ആ ബാങ്കിലുണ്ടായിരുന്നവരൊക്കെ ആണെങ്കിൽ വീട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് വന്ന് ടോർച്ചർ ചെയ്യുക കേട്ടോ. നീ ആ സ്കാമറിൻ്റെ മോളല്ലേ, മര്യാദയ്ക്ക് നിൻ്റെ അമ്മേനെ വിളിച്ചോ ഞങ്ങളുടെ പൈസയൊക്കെ തന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളും ഫോണൊക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ അവളുടെ അമ്മ കോളൊന്നും എടുക്കുന്നില്ല കേട്ടോ. എന്നിട്ട് അവളങ്ങ് നടക്കുമ്പോഴത്തേക്കിനോ ഒരു സൈക്കിൾ ഇടിക്കാൻ പോകുമ്പോൾ ചെന്നായിരിക്കും രക്ഷിക്കുന്നത്. നിനക്ക് നോക്കി കണ്ട് നടന്നുകൂടെ എന്ന് വയ്ക്കുമ്പോഴത്തേക്കിനോ നീ എന്തിനാ എൻ്റെ കാര്യത്തിലൊക്കെ ഇടപെടുന്നത്, നിനക്ക് അതൊന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ, നീ വലിയ സ്മാർട്ട് ഗേളാണെന്നൊന്നും വിചാരിക്കേണ്ട, മര്യാദയ്ക്ക് നിൻ്റെ അമ്മേനെ നീ തപ്പി കണ്ടുപിടിച്ചോന്ന് പറയുമ്പോഴത്തേക്കിനും ഞാൻ എവിടെ പോയി കണ്ടുപിടിക്കാൻ, എനിക്ക് അറിയാൻ പാടില്ലെന്ന് പറഞ്ഞില്ലേ, എൻ്റെ അമ്മ നിനക്ക് തരാനുള്ള പൈസയൊക്കെ ഞാൻ തന്നു തീർത്താൽ പോരെന്ന് പറഞ്ഞിട്ട് അവൻ്റെ കയ്യിൽ കുറച്ച് പൈസ അങ്ങ് കൊടുക്കാം കേട്ടോ. ഇനി അടുത്ത മാസം ഞാൻ തന്നേക്കാന്ന് പറയുമ്പോഴത്തേക്കിനും എനിക്കൊന്നും നിൻ്റെ പൈസ വേണ്ടെന്ന് പറഞ്ഞിട്ട് അവൾക്ക് തന്നെ കൊടുക്കും. അങ്ങനെ അടുത്ത ദിവസം ഇവിടെ ആണെങ്കിൽ ക്ലാസ്സിൽ ഇരിക്കുമ്പോഴത്തേക്കിന് ഇങ്ങനെ ഓരോന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വണ്ണം കണ്ട കേട്ടോ. ബാക്കി പിള്ളേർ കൈ നിറയെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നിട്ട് ഇവളെ കണ്ടിട്ട് വിൻ്റർ ഡ്രസ്സ് എന്താ നീ ഇടാത്തേന്ന് വയ്ക്കും. അവൾ ഒന്നുമില്ലാന്ന് പറയും കേട്ടോ. എന്നിട്ട് വേഗം അവൾ ഹോസ്റ്റലിൽ പോയിട്ട് അവളുടെ കയ്യിൽ വിൻ്ററിന് ഇടാൻ പറ്റിയ എന്തെങ്കിലും ഡ്രസ്സ് ഉണ്ടോ നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇനി ചെന്നിൻ്റെ വീട്ടിൽ പോയാലേ അവളുടെ ഡ്രസ്സൊക്കെ അവൾക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവൻ തന്നെ പറഞ്ഞു കൊടുത്തിട്ടില്ല ജനൽ വഴി പോകേണ്ട ആ ടെക്നിക്ക് വഴി അവൾ ജനൽ വഴി കയറിയിട്ട് റൂമിൽ നിന്ന് പയ്യെ ഒരു ശബ്ദം പോലും ഉണ്ടാക്കാതെ അവൾക്ക് വേണ്ട ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് ചെന്നാണെങ്കിൽ ഏതോ കള്ളനാ വന്നതെന്ന് പറഞ്ഞിട്ട് അടിക്കാൻ വേണ്ടി വരുമ്പോഴായിരിക്കും ഇവളെ കാണുന്നത്. നീയായിരുന്നു ഞാനിപ്പോൾ ഇതിനെ തല്ലിയെന്ന് പറയുമ്പോഴത്തേക്കിനാ ഒന്നുമില്ല, ഞാൻ ശല്യപ്പെടുത്തുമെന്ന് വിചാരിച്ചില്ല, ഞാൻ ഡ്രസ്സ് എടുക്കാൻ വന്നേ എന്നും പറഞ്ഞിട്ട് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്കിന് അവളുടെ കയ്യിലുണ്ടായിരുന്ന ബാഗാണെങ്കിൽ അവൻ പിടിക്കുമ്പോഴത്തേക്കിന് അതിനകത്തുനിന്ന് കുറേ ടിന്നൊക്കെ ആണെങ്കിൽ നിലത്ത് വീഴും കേട്ടോ. ഇവള് ഓരോ കുപ്പിയും പാട്ടൊക്കെ പെറുക്കി വിറ്റിട്ടാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അവന് നന്നായിട്ട് മനസ്സിലായി. അവൾ പോകാൻ നേരത്ത് നിനക്ക് ഞാൻ വേണമെങ്കിൽ പുതിയ ഡ്രസ്സ് വാങ്ങിച്ചു തരാമെന്ന് പറയുന്നുണ്ടെങ്കിലും അവൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ട് പോകും. എന്നിട്ട് അവൻ ആ ടിന്നിനെ നോക്കിയിട്ട് ഒരുമാതിരി വിഷമിക്കും കേട്ടോ അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ ആലോചിച്ചിട്ട്. അങ്ങനെ അടുത്ത ദിവസം ഇവനാണെങ്കിൽ കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് സെക്യൂരിറ്റിയുടെ കയ്യിൽ കൊടുത്തു കേട്ടോ. അവളും വന്ന് നോക്കുമ്പോഴത്തേക്ക് സെക്യൂരിറ്റി ആ ഡ്രസ്സൊക്കെ ആണെങ്കിൽ കൊടുക്കട്ടോ. ഇവള് റൂമിൽ വന്നിട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് വിൻ്ററിന് ഇടാൻ പറ്റിയ ഡ്രസ്സൊക്കെ ആയിരിക്കും. അവനോട് ഭയങ്കര ദേഷ്യമാണ്. എന്നിട്ട് എന്തിനാണ് ചുമ്മാ കയറി കാണിക്കുന്ന പോലെ അഭിനയിക്കുവാണോ എന്നൊക്കെ അവൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ചെന്നാണെങ്കിൽ ഒരു മെക്കാനിക് ഷോപ്പിൽ വന്നിട്ട് ഒരു കാറിങ്ങനെ നന്നാക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് ഞാനും ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് എപ്പോഴും ഈ കാറിനെ നന്നാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന്. എനിക്ക് ഉറപ്പുണ്ടോ ഒരു ദിവസം ഇത് എനിക്ക് തന്നെ കിട്ടും, അതല്ല ഞാൻ നേരാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണെങ്കിൽ പറയുമ്പോഴത്തേക്കിന് മിയോ അവിടെ വന്നിട്ട് അവൻ കൊടുത്ത ഡ്രസ്സൊക്കെ ആണെങ്കിൽ അവൻ്റെ മുഖത്തിന് വലിച്ചെറിഞ്ഞിട്ട് നിന്റെ സഹതാപമൊന്നും എനിക്ക് ആവശ്യമില്ലെന്നും പറഞ്ഞിട്ട് അങ്ങ് പോകും കേട്ടോ. അവനാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പൊ കെന്നും വന്നിട്ട് പറയാണ് നീ എന്തിനാണ് അവളോട് എപ്പോഴും ഇങ്ങനെ ദേഷ്യപ്പെട്ട രീതിയിൽ സംസാരിക്കുന്നത്, അതല്ല അവൾ ഇങ്ങനെയൊക്കെ നടക്കുന്നത്, ഒന്നുമില്ലെങ്കിൽ നിന്റെ ഫിറ്റ്നസ് ടെസ്റ്റിന്റെ അന്ന് അവളുടെ എക്സാം പോലും മാറ്റി വെച്ചിട്ടാണ് നിന്നെ രക്ഷിക്കാൻ വേണ്ടി അന്ന് നിന്റെ വീട്ടിലോട്ട് വന്നത്, അങ്ങനെയല്ലേ ഞാൻ നിന്നെ രക്ഷിച്ചെന്ന് പറയുമ്പോഴത്തേക്കിന് ഇതൊന്നും ഹീറോക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. അവളാണോ എന്നെ ഹെൽപ്പ് ചെയ്ത് ഞാനത് അറിഞ്ഞില്ലെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ഒരു തെരുവിലോട്ട് വരും കേട്ടോ.
എന്തായാലും നമ്മുടെ ഹീറോയിൻ ഇവിടെ ഉണ്ടാവുന്ന അവൻ അറിയാം, കാരണം ആ ടിന്നൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് എന്തായാലും വന്നിട്ടുണ്ടാവുന്നു. വിചാരിച്ച പോലെ തന്നെ അവളും അവിടെ ഉണ്ടാവും കേട്ടോ. നിനക്ക് ഫുഡ് കഴിക്കാൻ പൈസ ഉണ്ടോ എന്ന് നോക്കുമ്പോഴത്തേക്കിന് ഞാൻ കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും പൈസ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും നിനക്കെന്താ പ്രശ്നം, അതൊന്നും അന്വേഷിക്കേണ്ട ആവശ്യം എനിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് നടക്കുക കേട്ടോ. അവനും പുറകെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് അവന്മാരെ കണ്ടത് ഇവിടെ ആണെങ്കിൽ പേടിച്ച് തിരിഞ്ഞു നടക്കാൻ തുടങ്ങുക. നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? അവന്മാരെ കണ്ടിട്ടാണ് ഞാൻ ചോദിക്കാന്ന് പറയുമ്പോഴത്തേക്കിനും ഇന്ന് നീ ചോദിക്കുമായിരിക്കും, അടുത്ത ദിവസം അവന്മാരെ എന്നെ ഉപദ്രവിക്കാൻ വന്നാൽ ആര് ചോദിക്കും? അവിടെ മര്യാദയ്ക്ക് എൻ്റെ കാര്യത്തിൽ ഇടപെടാതെ നീ പോയിക്കോ എന്നും പറഞ്ഞുകൊണ്ട് അവളങ്ങ് പോയത് അവന് ഒരുമാതിരി ആവട്ടോ. അന്ന് നൈറ്റ് ഇവളിപ്പോൾ കണ്ട് പേടിച്ചില്ലായിരുന്നു. ആ ഗ്യാങ്സ്റ്റേഴ്സിനെ ആണെങ്കിൽ എടുത്തിട്ട് അടിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്ന് നിൽക്കുക കേട്ടോ. ഹീറോയിനെ വിളിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോഴത്തേക്കിന് ഇവളെ കണ്ടത് ആ ഗ്യാങ്സ്റ്റേഴ്സ് ഒക്കെ പറയാണ്, ഈ പെണ്ണിൻ്റെ അമ്മ വെറും സ്കാമറാണ്, ഞങ്ങളുടെ കയ്യിൽ നിന്ന് കുറേ പൈസ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് ഒരു പോലീസുകാരൻ അങ്ങോട്ട് കയറും കേട്ടോ. ഇയാൾ ആരാന്ന് വെച്ചാൽ ഹീറോ എനിക്ക് പോലീസ് അക്കാഡമിയിൽ കയറാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തില്ലായിരുന്നു. അതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴത്തേക്കിനും ഈ പോലീസുകാരൻ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഹീറോ പരിചയമുണ്ട്. അപ്പോൾ ഇവനെ കണ്ടത് അതാണ് ചോദിക്കുന്നത്, നീ ആ പോലീസ് അക്കാഡമിയിൽ ചേരാൻ വേണ്ടി വന്ന പയ്യനല്ലേ, നീ എന്താ ഇവിടെ ചെയ്യുന്നത്, എക്സാം ഒക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ടോ എന്നൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ഈ പോലീസുകാരൻ്റെ വൈഫാണെങ്കിൽ അങ്ങോട്ടേക്ക് വരും കേട്ടോ. പോലീസാന്ന് പറഞ്ഞാൽ ഫുഡൊന്നും കഴിക്കാൻ നടന്നോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഫുഡ് കൊടുക്കുമ്പോഴത്തേക്കിന് ആ പോലീസുകാരനാണെങ്കിൽ ഈ കൊച്ചിനെ ഒന്ന് നീ പോകുന്ന വഴിക്കൊന്ന് ഡ്രോപ്പ് ചെയ്തേര്, രാത്രിയല്ലേ ഒറ്റയ്ക്ക് വിടണ്ട, അതുകൊണ്ടാണ് നിൻ്റെ കൂടെ വിടുന്നതെന്ന് പറഞ്ഞിട്ട് ആ പെങ്കൊച്ചിൻ്റെ കൂടെ വിടുക കേട്ടോ. ആ പെണ്ണിനോടാണെങ്കിൽ ഹീറോയും വന്നിട്ട് വേണ്ട ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്ന് പറയുമ്പോഴത്തേക്കിന് ഇല്ല നൈറ്റായി നീ ഒറ്റയ്ക്ക് പോകുന്നത് സേഫ് അല്ല, നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, നിന്റെ നമ്പർ ഇതാന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ്റെ കയ്യിൽ നിന്ന് നമ്പറൊക്കെ ആണെങ്കിൽ വാങ്ങിച്ചു വെക്കുന്നുണ്ട്. ഹീറോ ആണെങ്കിൽ എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങുമ്പോഴത്തേക്കിന് ആ പോലീസുകാരൻ ആണെങ്കിൽ പ്രത്യേകം പറയുന്നുണ്ട്, നിന്റെ പേരിൽ ഇപ്പോൾ കേസൊന്നും എടുക്കാതെ ഞാൻ വിടുന്നതിൻ്റെ കാരണം നീ വീണ്ടും ആ പോലീസ് അക്കാഡമിയിൽ കയറുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുകൊണ്ടാണ്, എക്സാമും കാര്യങ്ങളൊക്കെ ചെയ്യുക, ഇനി ഇങ്ങനത്തെ തരികട കേസായിട്ട് നീ വരികയാണെങ്കിൽ നിനക്ക് ഇനി പോലീസ് അക്കാഡമിയിൽ കയറാൻ ചാൻസ് കിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കിന് ഹീറോ ആണെങ്കിൽ അതിന് ഞാൻ ആ എക്സാമും കാര്യങ്ങളൊന്നും ഇന്ന് എഴുതാൻ പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് അവനങ്ങ് പോവുകയും ചെയ്യും കേട്ടോ. അങ്ങനെ അടുത്ത ദിവസം ഹീറോയിൻ ക്ലാസ്സിൽ വരുമ്പോഴത്തേക്കിനും നമുക്കൊരു മുട്ട മണി കിട്ടാണ്. ടീച്ചറും പറയാം കേട്ടോ, ഹോസ്റ്റലിൽ ഒരു 2-3 ദിവസത്തേക്കിനൊരു വർക്ക് ഉണ്ട്, അതുകൊണ്ട് നിങ്ങളാരും ഹോസ്റ്റലിലോട്ട് ഇനി നിൽക്കണ്ട, നിങ്ങളൊരു വീട്ടിൽ പോയിക്കോളാന്ന് പറയും. ഹീറോയിൻ എവിടെ വീട് ഒന്നുമില്ലല്ലോ, അതുകൊണ്ട് പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് പോയിട്ട് അവൾ ആ ക്ലാസ്സിൽ തന്നെ ഇരിക്കുക. സെക്യൂരിറ്റി ആണെങ്കിൽ നീ ഇതൊരു പോയില്ല മോളെ, നീ പെട്ടെന്ന് തന്നെ വീട്ടിൽ പോകാൻ നോക്ക് എന്നാണെങ്കിൽ പറയും കേട്ടോ. അവൾക്കും വേറെ വഴിയില്ലാതെ അവളുടെ ബാഗും പിടിച്ചുകൊണ്ട് നാട് മൊത്തം ഇങ്ങനെ ചുറ്റി കറങ്ങട്ടെ എവിടെ താമസിക്കുന്ന പറഞ്ഞിട്ട് നേരെ ചെന്നിൻ്റെ വീട്ടിന് മുന്നിൽ വന്നിട്ട് ജനൽ വഴി റൂമിൽ കയറി കടന്നാലോ ഇന്നമാരെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെന്നി വരുന്ന കാണോ. അവൾ പെട്ടെന്ന് തന്നെ ഒന്ന് ഓടിപ്പോകും കേട്ടോ. അവനും എന്താ ഫീൽ ആവുകയാണ്, ഇനി ഹീറോയിനെങ്ങാനും വന്ന് കാണിച്ചേ അവളൊന്നും വന്നില്ല, അവർ ഹോസ്റ്റലല്ലേ എന്ന് പറഞ്ഞിട്ട് അവനും അങ്ങ് വിടും. അപ്പോഴായിരിക്കും ഹീറോയിൻ അവിടുത്തെ ഒരു നോട്ടീസ് ബോർഡ് കാണുന്നത്, ഒരു ഇന്റർനെറ്റ് കഫേയിലാണെങ്കിൽ ഒരാളെ ജോലിക്ക് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടാവുക, അവിടെ തന്നെ താമസിക്കാൻ ഫുഡൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇതിൽ നല്ല ജോബ് ഇനി അവൾക്ക് കിട്ടാനില്ലല്ലോ, അതുകൊണ്ട് അവിടെ ജോലിക്ക് കയറും കേട്ടോ. അങ്ങനെ അടുത്ത ദിവസം ഒരു ചെറുക്കനാണെങ്കിൽ ID കാർഡ് കാണിക്കാതിരിക്കുക കേട്ടോ. അവളാണെങ്കിൽ ID കാർഡ് കാണിച്ചാൽ കയറ്റി വിടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ആ ഇന്റർനെറ്റ് കഫേയിലോട്ടാണെങ്കിൽ അവൻ വരും കേട്ടോ. ഹീറോയിനെ കണ്ടത് എന്തിനാ വെറുതെ ചെറിയ പിള്ളേരോട് നീ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, ID കാർഡ് കാണിച്ചിട്ട് പോടാന്ന് പറഞ്ഞിട്ട് ആ ചെക്കനെ പറഞ്ഞു വിട്ടിട്ട് കെന്നാണെങ്കിൽ ഗെയിം കളിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴത്തേക്കിനും ഒരുത്തനെ വിളിച്ചിട്ട് എടാ ആ ഹൈസ്കൂളിൽ നിന്റെ കസിൻ പഠിക്കുന്നില്ലേ, അവിടുത്തെ ചെറിയൊരു വിവരം എനിക്ക് അറിയണമല്ലോ എന്നാണെങ്കിൽ പറഞ്ഞിട്ട് അടുത്ത ദിവസം തന്നെ ഹീറോൻ്റെ അടുത്ത് വന്നിട്ട് നടന്ന കാര്യങ്ങൾ മൊത്തം പറയാട്ടോ. ഞാൻ മിയോനെയാണെങ്കിൽ കണ്ടായിരുന്നു, അവൾ ആ ഇൻ്റർനെറ്റ് കഫേയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പോരാഞ്ഞിട്ട് അവളുടെ ഹോസ്റ്റലിലാണെങ്കിൽ എന്തോ വർക്ക് നടക്കുക, അതുകൊണ്ട് എല്ലാ പിള്ളേരും വീട്ടിലോട്ട് പോയേക്കുക, അത് അവൾ അവിടെ ജോലി ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്കിന് ചെന്ന് വലിയ കാര്യമായിട്ട് എടുക്കാതെ ഇനിയെങ്കിലും അവൾ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി പഠിക്കുമല്ലോ, അതുപോലെ എൻ്റെ വീടിൻ്റെ കീ ഉണ്ടല്ലോ നീ ഒന്ന് അവൾക്ക് കൊടുത്തേര് എന്നാണെങ്കിൽ പറയുമ്പോഴത്തേക്കിനും നീ എന്തിനാ എനിക്ക് തരുന്നത്, നിനക്ക് ഡയറക്റ്റ് കൊടുത്താൽ പോരെ എന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചെന്നാണെങ്കിൽ വീട്ടിലോട്ട് ഇരുമ്പോഴത്തേക്കിനേക്ക് എന്നെ വിളിച്ചിട്ട് പറയാണ്, നീ പറഞ്ഞോളി നിന്റെ വീടിന്റെ കീ ഞാൻ മോയോന് കൊടുത്തിട്ടിട്ട് അവൾ വരുമില്ലെന്നൊന്നും എനിക്കറിയാൻ പാടില്ല കേട്ടോ എന്നാണ് പറഞ്ഞത്. ചെന്ന് പെട്ടെന്ന് തന്നെ വീടൊക്കെയാണ് ക്ലീൻ ചെയ്ത് വെക്കോട്ടെ, എങ്ങനെ അവൾ വന്നാലോ വീടൊക്കെ വൃത്തിയായിട്ടിരിക്കണ്ടേ. കുറേ രാത്രിയായിട്ട് വരാതെ കണ്ടിട്ട് പയ്യെ ഇവരാണെങ്കിൽ ആ ഗെയിമിംഗ് സെന്ററിലോട്ട് പോവാട്ടോ. മിയോ നിന്റെ ജോലിയൊക്കെ കഴിഞ്ഞ് എപ്പോഴും നീ വരുന്നത് വയ്ക്കുമ്പോഴത്തേക്കിന് അവൾ മൈൻഡാക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ ആ കഫേയുടെ മാനേജറാണെങ്കിൽ വന്നിട്ട് എന്താ മോളെ നിന്റെ ചേട്ടൻ്റെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് വയ്ക്കുമ്പോഴത്തേക്കിനും അവന് നീയാണ് ഇവിടുത്തെ മാനേജർ എന്ന് ചോദിക്കാൻ വരുന്നതിന് മുമ്പ് ഹീറോയിനാണെങ്കിൽ ഇവൻ എൻ്റെ ചേട്ടനൊന്നല്ല, ഇവനും ഞാനും തമ്മിൽ ഒരു ബന്ധമില്ല എന്നാണെങ്കിൽ പറയും കേട്ടോ. ഹീറോക്ക് നല്ല ദേഷ്യം വരും, അവളോട് മിണ്ടാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്കിനും അവളാണെങ്കിൽ അവിടുന്ന് മൈൻഡാക്കാതെ അങ്ങ് പോവാട്ടോ.
അടുത്ത ദിവസം ഇവളെ തന്നെ ഫോളോ ചെയ്ത് നടക്കാട്ടോ. നീ എന്തിനാ എന്നെ ഫോളോ ചെയ്യുന്ന നോക്കുമ്പോഴത്തേക്കിനും പിന്നെ നീ എന്നെ മൈൻഡ് ആക്കുന്നില്ല, പിന്നെ എങ്ങനെ നിന്നെ ഫോളോ ചെയ്യാതെ ഞാൻ ഇരിക്കാന്ന് നോക്കുമ്പോഴത്തേക്കിനും നീയല്ലേ പറഞ്ഞത് നീ ഒന്ന് എൻ്റെ ഫാമിലിയിലെ മര്യാദയ്ക്ക് എന്നെ കണ്ണുമ്പിന്ന് പോയിക്കോ, ഇനി എൻ്റെ അടുത്തോട്ട് വരില്ലെന്നൊക്കെ പറഞ്ഞ് നീയല്ലേ എന്നെ ദേഷ്യപ്പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കിനും സോറി മിയോ, ഞാൻ അറിയാതെ പറഞ്ഞത്. അപ്പുറത്തെ സിറ്റുവേഷനിൽ നീ മാത്രമാണ് എൻ്റെ ഫാമിലി, എപ്പോഴും ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും, നീ വീട്ടിൽ വാ, നമുക്ക് ഒരുമിച്ച് നിൽക്കാം, നീയല്ലേ ഇനി എനിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞത് അവൾക്കും ഭയങ്കര സങ്കടമാട്ടോ. അങ്ങനെ ഇവർക്കിടയിൽ പ്രശ്നമൊക്കെ അവിടെ കൊണ്ട് പറഞ്ഞു തീർക്കും. രണ്ടുപേരാണെങ്കിൽ വീട്ടിലോട്ട് വരാട്ടോ. നിൻ്റെ റൂമൊക്കെ ഞാൻ നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്, ഇവിടെ കടന്നുറങ്ങിക്കോ, അതുപോലെ തന്നെ എനിക്കൊരു ഫാമിലിനെ നോക്കാനുള്ള കഴിവൊക്കെ ഉണ്ട്, ഞാൻ ഇത്രയും വളർന്നില്ല, എനിക്കിനി നിന്നെ നന്നായിട്ട് നോക്കാൻ പറ്റുക, അതുകൊണ്ട് നീ പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയതോ അവളാണെങ്കിൽ ചിരിക്കുവാട്ടെ ഇവൻ്റെ ഡയലോഗ് കേട്ടിട്ട്. അവന് പുറത്ത് വന്നിട്ട് എടാ നീ എന്തൊക്കെയാ അവിടെ പറഞ്ഞത്, നീ വളർന്ന ചെക്കനായിട്ട് ഫാമിലിയെ നോക്കാൻ പറ്റും എന്നൊക്കെ അവനോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ഹീറോയിൻ അങ്ങോട്ടേക്ക് വരും കേട്ടോ. ഫുഡ് എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട്. ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. നമുക്കിന്ന് പുറത്തുനിന്ന് കഴിച്ചാലും നോക്കിയപ്പോഴത്തേക്കിനും അവളാണെങ്കിൽ 2 കപ്പ് നൂഡിൽസ് ആണെങ്കിൽ കാണിച്ചു കൊടുക്കാം, നമുക്കിത് കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും കറണ്ട് ആണെങ്കിൽ പോകും കേട്ടോ. ഞാൻ പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് നേരെ പോയി നോക്കുമ്പോഴത്തേക്കിന് അവൻ ഓൾറെഡി വയറ് കറണ്ട് അതൊക്കെ കാണാൻ ഭയങ്കര പേടിയല്ല, അവിടെ പേടിച്ച് ഒരുമാതിരി നിൽക്കുക കേട്ടോ. അവളോട് വന്നിട്ട് എന്താ പറ്റിയെന്ന് ചോദിക്കും. അത് പിന്നെ ഞാൻ ഇലക്ട്രിസിറ്റി ബില്ലാണെങ്കിൽ അടിക്കാൻ വേണ്ടി മറന്നു, അതാ ഇപ്പോൾ കറണ്ട് പോയി, നാളെ നമുക്ക് ബില്ലടിക്കാം എന്നാണെങ്കിൽ പറഞ്ഞത്. അവൾ നോക്കിയെന്ന് പറഞ്ഞിട്ട് മെഴുകുതിരിയും കത്തിച്ച് രണ്ടുപേരും അന്ന് ആ ഫുഡൊക്കെ കഴിച്ചിരിക്കുക കേട്ടോ. അങ്ങനെ അടുത്ത ദിവസം ബില്ലടിക്കാൻ വേണ്ടി വന്നേക്കാണ്. ഇത് 90s കാലഘട്ടം ആയതുകൊണ്ട് തന്നെ ഡയറക്റ്റ് പോയി അടച്ചേ പറ്റുള്ളൂ, അതുകൊണ്ട് എങ്ങനെ ഇത് അടയ്ക്കേണ്ടതെന്നൊക്കെ ആണെങ്കിൽ അവൻ അവളെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പൈസ ഞാനും കൂടി തരാം, ഞാനും കുറച്ച് പാർട്ട് ടൈം ജോബൊക്കെ ചെയ്തിട്ടില്ലെന്ന് പറയുമ്പോഴത്തേക്കിനും അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് ഒരു ഫാമിലി നോക്കാനൊക്കെ പറ്റും, വീടിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ എനിക്ക് പൈസ ഒന്നും തരണ്ട എന്ന് പറഞ്ഞവനാണെങ്കിൽ ബില്ലടയ്ക്കാൻ നോക്കുമ്പോഴത്തേക്കിനും അവൻ്റെ കയ്യിൽ പൈസ തികയുന്നുണ്ടാവില്ല. അതുകൊണ്ട് അവളാണെങ്കിൽ കൊടുക്കും കേട്ടോ. നീ പേടിക്കുന്ന വേണ്ട, ഞാൻ ഉടനെ തന്നെ നിനക്ക് തിരിച്ചു തരുന്ന അവനും പറയും. അങ്ങനെ വീട്ടിൽ വന്നത് ചേട്ടൻ്റെ ഹെയറൊക്കെ ആണെങ്കിൽ അവൾ തന്നെ കട്ട് ചെയ്ത് കൊടുക്കട്ടെ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് എന്തോ ഫ്രീ ഫുഡൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാൽ അവിടുന്ന് കുറേ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് ഇവരാണെങ്കിൽ പഴയ ഫാക്ടറിയിലോട്ട് വരുക. എന്തിനാന്ന് വെച്ചാൽ ഇവിടെ കുറേ തിങ്സൊക്കെ വിറ്റ് നല്ല പൈസ കിട്ടും എന്നും പറഞ്ഞിട്ട് അവളെയും കൊണ്ട് അത് പെറുക്കിപ്പിക്കുക കേട്ടോ. ഇതൊക്കെ കൊടുത്ത് നല്ലതാണോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നീ എത്ര നാളായി ഇവിടെ വരാൻ വേണ്ടി തുടങ്ങിയിട്ട് നോക്കുമ്പോൾ ഞാൻ കുഞ്ഞിലേ ഇവിടെ വരുമായിരുന്നു, എനിക്ക് ഇവിടെയുള്ള എന്തെങ്കിലും വിറ്റാലൊക്കെ ഫുഡൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ വേണ്ടി പറ്റുള്ളായിരുന്നു എന്നൊക്കെയാണ് അവൻ പറയുമ്പോഴത്തേക്കിനും അവൾക്ക് സങ്കടമാവും കേട്ടോ. അങ്ങനെ രണ്ടുപേർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പെറുക്കിയിട്ട് അപ്പോൾ ആ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് നടക്കുമ്പോഴത്തേക്കിനും ഒരു പട്ടിയാണെങ്കിൽ കുറച്ചുകൊണ്ട് ഇവരെ നേരെ വരും കേട്ടോ. അവളുടെ കൈയും പിടിച്ച് അവനങ്ങ് ഓടുക ചെയ്യുക. അപ്പോൾ അവളും ഇങ്ങനെ മനസ്സിൽ പറയാണ്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓരോ പ്രശ്നങ്ങളുണ്ട്, പക്ഷേ ഈ ഒറ്റപ്പെടലോട് തന്നെ ഞങ്ങൾ സന്തോഷങ്ങൾ കണ്ടെത്താൻ തുടങ്ങി എന്നൊക്കെയാണെങ്കിൽ ഒരു വോയിസ് ഓവർ അവൾ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ എടുത്തോണ്ട് വന്ന ആ തിങ്സ് ഒക്കെ ആണെങ്കിൽ വിറ്റിട്ട് കുറച്ച് പൈസയൊക്കെ കിട്ടുന്നുണ്ട്. ഉള്ള വരവും ചിലവൊക്കെ ഇപ്പോഴേ രണ്ടുപേരാണെങ്കിൽ നോക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് പൈസ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ അവളുടെ കയ്യിൽ തന്നെ അവൻ കൊടുക്കും, കാരണം എനിക്ക് പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നുമില്ല, നീ തന്നെ കൈ പിടിച്ചോന്നും പറഞ്ഞുകൊണ്ട് ഹീറോ ആയിരിക്കും അവളുടെ ട്യൂഷൻ ഫീസ് ഒക്കെ അടയ്ക്കുന്ന കേട്ടോ. ഇതൊക്കെ കണ്ട ഫ്രണ്ട്സ് ആണെങ്കിൽ പറയാണ്, നീ വെറുതെ എന്തിനാ അവളുടെ ഉത്തരവാദിത്തം ഒറ്റ ഏറ്റെടുക്കുന്നത്, എന്തൊക്കെ ചിലവാന്നറിയോ ഒരു പെൺകുട്ടിയെ നോക്കാന്ന് വെച്ചാൽ അവളെ അവളുടെ അമ്മയുടെ കൂടെ പറഞ്ഞു വിടുന്നതായിരിക്കും നിന്റെ നല്ലത്. ഇപ്പോൾ അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനിയിപ്പോൾ അവൾക്ക് കോളേജിൽ പോകണം, കോളേജ് കഴിഞ്ഞ് അവളെ കെട്ടിച്ചു വിടണം, ഇതൊക്കെ നിന്നെ കൊണ്ട് പറ്റുമോ, വേണ്ടാത്ത കാര്യങ്ങളൊന്നും വിൽക്കണ്ട, അവൾ എവിടെയെങ്കിലും പറഞ്ഞു വിട്ടേന്ന് പറയുമ്പോഴത്തേക്കിനും എടാ നീ എവിടേക്കാണ് സംസാരിച്ച് പോകുന്നത്, അവൾക്കിപ്പോൾ വെറും 16 വയസ്സുള്ളവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനു മുമ്പ് നീ അവളെ കെട്ടിച്ചു വിടാൻ വേണ്ടി നോക്കുകയാണ്, മിണ്ടാതിരുന്നു, ഞാൻ പോയിട്ട് മിയോനെ വിളിച്ചിട്ട് വരട്ടെ, അവൾ ഹോസ്റ്റലിൽ നിന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ ഹോസ്റ്റലിലെ തിങ്സ് ഒക്കെ ആണെങ്കിൽ അവൻ എടുത്തു വെച്ചിട്ട് നിന്റെ ടീച്ചർ നിന്നെ ഒന്ന് കാണുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവൾ ടീച്ചറിൻ്റെ അടുത്ത് കൊണ്ടുവിടുക കേട്ടോ. അവർ പറയുന്നതെന്ന് വെച്ചാൽ ഇവിടെ സ്കൂൾ ഫീസ് ആണെങ്കിൽ ഒരു സെമസ്റ്ററിന് മാത്രമേ ഇവളുടെ അമ്മ അടച്ചിട്ടുള്ളൂ, ബാക്കി 3 സെമസ്റ്റർ അടയ്ക്കാനുണ്ട്, നീ നന്നായിട്ട് പഠിക്കുന്നതുകൊണ്ട് ഇത്രയും ദിവസം ഞാൻ മിണ്ടാതിരുന്നത്, പക്ഷേ ഇനി അത് അടയ്ക്കാതെ പറ്റില്ല എന്നാണെങ്കിൽ പറയും കേട്ടോ. എന്നിട്ട് അവൾ ഒരുമാതിരി വിഷമിച്ച് വീട്ടിലോട്ട് വരുമ്പോഴത്തേക്കിന് നമുക്കിന്ന് ഫിഷിങ്ങിന് പോകാൻ, നിനക്ക് ഭയങ്കര സന്തോഷമല്ലേ, വേഗം ഡ്രസ്സ് മാറിയിട്ട് വാന്ന് പറയുമ്പോഴത്തേക്കിനും ഇവളുടെ മുഖം ഒരുമാതിരി ഇരിക്കുന്ന കാണുക. എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ അവൾ പറയുന്നൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഇവളാണെങ്കിൽ ഇവളുടെ അമ്മേനെ കോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നീ എന്താ ചെയ്ത് നോക്കുമ്പോഴത്തേക്കിനും അവളും പറയുക കേട്ടോ, ഞാൻ എൻ്റെ അമ്മേനെ വിളിക്കാൻ വേണ്ടി നോക്കിയത്, അമ്മ ഒരു സെമസ്റ്ററിൻ്റെ ഫീസ് മാത്രമേ അടിച്ചിട്ടുള്ളൂ, ബാക്കി 3 സെമസ്റ്റർ അടിക്കാനുണ്ട്, അത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്തത്, പക്ഷെ കോളൊന്നും കിട്ടിയില്ല, ഇനി ഇത് എങ്ങനെ അടയ്ക്കുന്നു നോക്കുമ്പോഴത്തേക്കിനും ഇതായിരുന്നു പ്രശ്നം, ഇതൊന്നും ആലോചിച്ച് നീ വിഷമിക്കേണ്ട, നിൻ്റെ സ്കൂൾ ഫീസൊക്കെ ഞാൻ അടച്ചോളാം എന്നാണ് ഈ പറയും കേട്ടോ. എന്നിട്ട് ഇവരാണെങ്കിൽ വേറെ ആരും വിളിക്കുന്നുണ്ട്. എന്നിട്ട് ആ ക്ലബ്ബിൽ പോയിട്ട് ബെറ്റ് വെച്ച് അവനാണെങ്കിൽ ഗെയിം കളിച്ച് ജയിക്കും കേട്ടോ. ആ ഓണർ ആണെങ്കിൽ അവന് ആ പൈസയും കൊടുക്കും. എന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്, പണ്ടൊക്കെ നീ പൈസയ്ക്ക് കളിക്കത്തില്ലായിരുന്നല്ലോ, ഇപ്പം എന്താ പൈസയ്ക്ക് കളിക്കുന്നത് നിൽക്കുമ്പോഴത്തേക്കിനും എനിക്കിപ്പോൾ പൈസയാണ് പ്രധാനപ്പെട്ടത്, അതുകൊണ്ട് ഞാൻ അതിന് കളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവനങ്ങ് പോവാട്ടോ. അങ്ങനെ ഹീറോയിൻ ആണെങ്കിൽ വീട്ടിലിരിക്കുമ്പോഴത്തേക്കിനും വീണ്ടും കറണ്ട് പോവാട്ടോ. ഇതെന്താ സംഭവം നോക്കാൻ വേണ്ടിയിട്ട് അവൾ നോക്കുമ്പോഴത്തേക്കിന് പണ്ട് ഇവൻ്റെ അച്ഛനാണെങ്കിൽ ഇവനെ ടോർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് തിങ്സ് ഒക്കെ വെക്കത്തില്ലായിരുന്നു, അതൊക്കെ കണ്ടിട്ടാണ് അന്ന് നമ്മുടെ ഹീറോ ശരിക്കും പേടിച്ചത്. ഇതവൾക്ക് മനസ്സിലായിട്ട് അതെല്ലാം കൂടി പെറുക്കിയിട്ട് അവളാണെങ്കിൽ ആ വേസ്റ്റ് ബാസ്ക്കറ്റ് കൊണ്ടിടും. അങ്ങനെ ഈ സീനും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ കഴിയുന്നത്. അടുത്ത
എപ്പിസോഡായിട്ട് വരുന്നവരെ ബൈ ബൈ.